പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും ഡോക്ടർമാരുടെ കുറവ് മൂലം പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധിയിലേക്ക്. മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ 2 ഡോക്ടർമാർ സേവനമനുഷ്ഠിച്ചിരുന്ന ആശുപത്രിയിൽ നിലവിൽ ഒരാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. രണ്ടാമത്തെ ഡോക്ടർക്കും സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ചതോടെ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിലാകുന്ന അവസ്ഥയിലാണ്. നേരത്തെ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ അശോകൻ സ്ഥലം മാറിപ്പോയതിന് പിന്നാലെയാണ് രണ്ടാമത്തെ ഡോക്ടർക്കും ട്രാൻസ്ഫർ ഓർഡർ വന്നിരിക്കുന്നത്. പകരം പുതിയൊരു ഡോക്ടറെ നിയമിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പുതിയ ആളെ നിയമിച്ചാൽ മാത്രമേ നിലവിലുള്ള ഡോക്ടർക്ക് റിലീവ് ചെയ്യാൻ സാധിക്കൂ എന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. പകർച്ചവ്യാധികൾ പടരുന്ന ഈ സമയത്ത് ജനങ്ങൾക്ക് കൃത്യമായ സേവനം ഉറപ്പാക്കാൻ 2 ഡോക്ടർമാരുടെ സേവനം ഇവിടെ അനിവാര്യമാണ്. കഴിഞ്ഞ 1.5 വർഷമായി വലിയ സമ്മർദ്ദം ചെലുത്തിയാണ് ഇവിടെ 2 ഡോക്ടർമാരുടെ സേവനം നിലനിർത്തിയിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരമായി 2 ഡോക്ടർമാരെ ആശുപത്രിയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് പൂക്കോട്ടുകാവ് വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി മനോജ് പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ 2 ഡോക്ടർമാരാണ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ മെഡിക്കൽ ഓഫീസറായ അശോകൻ സാറ് ട്രാൻസ്ഫറായി. അടുത്തത് ഒരു ഡോക്ടറും കൂടെ ഉണ്ട്. ആ ഡോക്ടർക്കും ട്രാൻസ്ഫർ ഓർഡർ ഈ സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷെ പകരം ഡോക്ടറെ ഇവിടെ വെച്ചിട്ടില്ല. ഡോക്ടർ വരും എന്ന് പറയുന്നുണ്ട്. ആ ഡോക്ടർ വന്നാലേ ഈ ഡോക്ടർക്ക് റിലീവ് ആവാൻ പറ്റും. പക്ഷെ നാട്ടിലാകെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് 2 ഡോക്ടറുടെ സേവനം നിർബന്ധമായും നല്ല മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടതാണ്. ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം കൃത്യമായി കിട്ടുന്നതിന് 2 ഡോക്ടർമാർ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് 2 ഡോക്ടർമാർ കഴിഞ്ഞ ഒരു 1.5 വർഷമായി തുടർച്ചയായി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. നിലവിലുള്ള ഏക ഡോക്ടർ ഫീൽഡ് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസങ്ങളിൽ ആശുപത്രിയിലെ OP സേവനം പൂർണ്ണമായും തടസ്സപ്പെടും. നമുക്ക് കുത്തിവയ്പ്പിന് പുറത്ത് പോകുന്നതിന് ഫീൽഡിൽ പോകുന്നതിന് ഡോക്ടർ വേണം. ഇവിടെ ആകെ ഒരു ഡോക്ടറേ ഉള്ളൂ. ആ ഡോക്ടർ പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ OP സേവനം ജനങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാരം എന്ന നിലയിൽ നമുക്ക് വേണ്ട 2 ഡോക്ടർമാരെ അടിയന്തരമായി ഈ ആശുപത്രിയിൽ പോസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.